2000 ഡിസംബർ 28 യൂറോപ്യൻ ആശ്രമം ജർമ്മനി ജ്ഞാനദളം 286. സോറി പറയുന്നത് നല്ല തെറ്റാണ്. നിങ്ങൾ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നതിനിടയ്ക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളോട് പലപ്പോഴും സംവേദനക്ഷമത ഉണ്ടാവുകയില്ല. ആർക്കെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് തർക്കിക്കുന്നതും നിങ്ങൾ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതും വൃഥാപ്രവൃത്തിയാണ്. വെറുതെ സോറി പറയുന്നതിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഉയർത്താനും വേദന മാറ്റാനും കഴിയും. പല സാഹചര്യങ്ങളിലും നിങ്ങൾ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലതാണ് സോറി പറയുന്നത്. അതിന് പല അസുഖകരങ്ങളായ സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ കഴിയും. 5 അക്ഷരങ്ങളുള്ള ഈ പദം ആത്മാർത്ഥതയോടെ പറഞ്ഞാൽ അതിന് കോപം, കുറ്റബോധം, വെറുപ്പ്, അകൽച്ച എന്നിവ മാറ്റാൻ കഴിയും. മറ്റുള്ളവരിൽ നിന്ന് സോറി കേൾക്കുന്നതിൽ ചിലർ അഭിമാനം കൊള്ളുന്നു. അത് അവരുടെ അഹംഭാവത്തിന് ശക്തി പകരുന്നു. എന്നാൽ ജ്ഞാനിയോട് സോറി പറയുമ്പോൾ അത് നിങ്ങളുടെ അജ്ഞതയോടുള്ള കാരുണ്യമാണ് അദ്ദേഹത്തിൽ ഉയർത്തുക. ഗുരുവിനോട് സോറി പറയുമ്പോഴാകട്ടെ അദ്ദേഹം കോപിഷ്ഠനായിട്ട് പറയും, പോകൂ, അഷ്ടാവക്രഗീത കേൾക്കൂ എന്ന്. നിങ്ങൾ സോറി പറയുന്നത് കർത്തൃത്വബോധമാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അബോധ മനസ്സിന്റെ ഭാഗമാണ് തെറ്റ്. അബോധ മനസ്സിന് ശരി ചെയ്യാൻ പറ്റുകയില്ല. അതേസമയം ബോധ മനസ്സിന് തെറ്റു ചെയ്യാനും സാധിക്കുകയില്ല. തെറ്റു ചെയ്യുന്ന മനസ്സും തെറ്റ് തിരിച്ചറിഞ്ഞ് സോറി പറയുന്ന മനസ്സും പൂർണ്ണമായി വ്യത്യസ്തങ്ങളാണ്, അല്ലേ? സോറി പറയുന്ന മനസ്സിന് ഒരിക്കലും അബോധ മനസ്സാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി സോറി പറയുന്നത് വലിയൊരു തെറ്റാണ്. നിങ്ങൾക്കിത് മനസ്സിലായോ അതോ ആശയക്കുഴപ്പത്തിലായോ? നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ സോറി തോന്നേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോറി തോന്നാം. എത്ര വിചിത്രം! സത്യം ഒരു വിരോധാഭാസമാണ്. ജയ് ഗുരുദേവ്.